തട്ടുകടകളിലെ ഭക്ഷണം നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ളതാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരുപാട് തട്ടുകടകളുണ്ട്. ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഒരുപാട് തട്ടുകടകളുണ്ട്. കേരളത്തിലെ തട്ടുകടകളെക്കുറിച്ച് ഒരുപാട് വ്ളോഗിങ് ചെയ്യുന്ന ഒരുപാട് യൂട്യൂബർമാരും നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ തട്ടുകടകളിലെ വൃത്തി അല്ലെങ്കിൽ ഭക്ഷണം തയ്യാറാക്കുന്ന രീതി അത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമ്മൾ ഭക്ഷണം കഴിക്കില്ല. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇതുപോലൊരു തട്ടുകടയാണ്. ഈ തട്ടുകടകൾ അധികം സാമ്പത്തിക ചുറ്റുപാടില്ലാത്തവർ ചെയ്യുന്ന ഒരു ബിസിനസ്സാണ്. ഇപ്പം നമ്മൾ ഈ കാണുന്ന തട്ടുകടയിൽ ഒരുപാട് എലികൾ താഴെയുണ്ട്. വളരെ മലിനമായിട്ടുള്ള സ്ഥലത്താണ് ആ തട്ടുകട സ്ഥിതി ചെയ്യുന്നത്. ഇടുങ്ങിയ ഒരു സ്ഥലത്താണ്. അവിടെ വന്നിട്ട് ഭക്ഷണം കഴിക്കുന്ന ആളുകളുണ്ട്. അതിപ്പോൾ എത്ര വൃത്തിഹീനമായിട്ടുള്ള സാഹചര്യമാണെങ്കിലും ആളുകൾ കഴിക്കും. കാരണം തട്ടുകടയുടെ സംസ്കാരം ആ സംസ്കാരമാണ്. അവിടെ ആളുകൾ ആ വൃത്തി നോക്കാറില്ല. അവരുടെ ഭക്ഷണത്തിൻ്റെ രുചി മാത്രമേ നോക്കാറുള്ളൂ. ഭക്ഷണം എങ്ങനെ തയ്യാറാക്കി എന്നുള്ളത് അവർ നോക്കാറില്ല. അവർക്ക് ഭക്ഷണം കിട്ടുന്നുണ്ടോ എന്ന് മാത്രമേ നോക്കാറുള്ളൂ. കാരണം ആ ഒരു വിഭാഗത്തിലുള്ള ആളുകൾ മാത്രമേ തട്ടുകടയിൽ പോയി ഭക്ഷണം കഴിക്കുള്ളൂ. വൃത്തിയും വെടുപ്പും നോക്കുന്നവർക്ക് അവിടെ പോയി ഭക്ഷണം കഴിക്കാൻ ഒരിക്കലും കഴിയില്ല. കാരണം വൃത്തിയുടെ കാര്യമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ചായക്കടയിൽ പോയി ചായ പോലും നമ്മൾ കുടിക്കില്ല. കാരണം ആ ചായ ഒരിക്കൽ നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ അത് കഴുകുന്ന പാത്രം എല്ലാവരും അവിടെ വെച്ചിരിക്കുന്ന നേരത്തെ കഴുകിയിട്ടുള്ള ചായയുടെ ബാക്കി ഇരിക്കുന്ന വെള്ളം, ആ വെള്ളത്തിലാണ് നമ്മൾ കുടിച്ച ചായയുടെ പാത്രവും കഴുകുന്നത്. അത് ചൂടുവെള്ളത്തിൽ മുക്കി പിന്നെ അടുത്തൊരാൾക്ക് കൊടുക്കുമ്പോൾ അത് എത്രമാത്രം വൃത്തിയുള്ളതാണ് എന്നുള്ളത് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ പിന്നെ ചായ കുടിക്കില്ല. കാരണം ആയിരക്കണക്കിന് ആളുകൾ ആണ് ചായക്കടയിൽ വന്ന് ചായ കുടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വൃത്തിയും അതിൻ്റെ വെടുപ്പും ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. ചിലപ്പോൾ രോഗങ്ങൾ വരാം, ചിലപ്പോൾ വിട്ടുമാറാത്ത രോഗങ്ങൾ വരാം, വയറുവേദനകൾ വരാം, വിട്ടുമാറാത്ത പല രോഗങ്ങളും വരാം. ആ തട്ടുകടയ്ക്കകത്തുനിന്നാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. കാരണം ഈ വൃത്തിഹീനമായിട്ടുള്ള സാഹചര്യത്തിലാണ് തട്ടുകട തല്ലിക്കൂട്ടി ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് പലരും അത് വളരെ രുചിയായിട്ട് കഴിക്കുന്നുണ്ട്. പക്ഷേ അതൊരു റിസ്ക്കാണ്. സ്വന്തം റിസ്കിൽ കഴിക്കേണ്ട ഗതികേടാണ് അധികം പേർക്കും ഉള്ളത്. അങ്ങനത്തെ ഒരു തട്ടുകടയുടെ അന്തരീക്ഷമാണ് നമ്മൾ ഈ കാണുന്നത്.